ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് ദൈവസേനയിൽ ചേർന്നിരിപ്പാൻ ദൈവം തന്ന അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏവരോടും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളെ ദൈവം വിളിച്ചതിൻ്റെ പിന്നിൽ വലിയൊരു ഉദ്ദേശമുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. അത് വളരെ ഗഹനമായൊരു കാര്യമാണ്. ക്രിസ്തുവിൻ്റെ സമാധാനം നമുക്കറിയാം, ഭൂമിയിൽ ജീവിക്കുന്ന അധികം പേർക്കും ഇല്ലാത്തൊരു കാര്യമാണ് സമാധാനം. ലോകപ്രകാരം എല്ലാം ഉണ്ട്. നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, നല്ല കുടുംബമുണ്ട്, നല്ല ഭാര്യയും ഭർത്താവുമുണ്ട്, മക്കളുണ്ട്. എല്ലാ രീതിയിലും മറ്റുള്ളവർ നോക്കുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞാണ് ഭാഗ്യവാന്മാരെന്ന് ചിലപ്പോൾ വിളിക്കുകയും ചെയ്യും. എന്നാൽ ക്രിസ്തുവിൻ്റെ സമാധാനം, പ്രിയപ്പെട്ടവർ, ഈ സമാധാനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ലോകപ്രകാരം നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് കിട്ടുമ്പോൾ ഒരു സമാധാനമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ കർത്താവ് പറഞ്ഞു, ആ സമാധാനം ലോകം തരുന്നതാണ്. അത് നിലനിൽക്കുന്നതല്ല, അല്പനേരത്തേക്ക്, ശാശ്വതമല്ലത്. അത് ഏത് സമയത്തും എന്തുകൊണ്ട് ആ സമാധാനം ലഭിച്ചോ ആ കാര്യങ്ങൾ മാറിക്കഴിയുമ്പോൾ നമുക്ക് അസ്വസ്ഥരാകും, നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകും. ഇങ്ങനെ ഇത് വലിയ പിശാചിൻ്റെ വലിയൊരു തന്ത്രമാണ്. നമുക്ക് ചെറിയ ചെറിയ സമാധാനങ്ങൾ തന്ന്, സൗഭാഗ്യങ്ങൾ തന്ന് നമ്മളെ ദൈവത്തിങ്കിലേക്ക് തിരിയാതിരിക്കാൻ വേണ്ടി അവൻ ചെയ്യുന്ന വലിയൊരു തന്ത്രമാണ്. ലോകത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലതെന്നുള്ള കാര്യങ്ങളൊക്കെയും നമുക്ക് തരും. നമുക്കൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ തന്നെ ധനവാന്റെയും ലാസറിൻ്റെയും സംഭവകഥയിലെ ആ ധനവാന് അവനെ ആഗ്രഹിച്ചതാണ് സൗഭാഗ്യകരമായൊരു ജീവിതം. ലോകത്തിലെ എല്ലാ സൗകര്യങ്ങളും പണങ്ങളും സൗകര്യങ്ങളും വേണമെന്ന് അവനെ ആഗ്രഹിച്ചു. അതവന് കിട്ടുകയും ചെയ്തു. അപ്പോൾ അവനൊരു സമാധാനമുണ്ട്. അവൻ സമാധാനമില്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്തേനെയുമായിരുന്നു. പക്ഷെ അവനൊരു സമാധാനം ഉള്ളതുകൊണ്ട് അവൻ ചിന്തിച്ചത് ഈ സമാധാനം ദൈവം തന്നതാണെന്ന്. പ്രിയപ്പെട്ടവർ, അതാണ് ചതിക്കപ്പെടുക എന്ന് പറയുന്നത്. ലോകത്തിലെ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് കിട്ടുന്ന സമാധാനം അത് ആരിൽ നിന്ന് കിട്ടുന്നതാണെന്ന് വ്യക്തമായിട്ട് നമ്മൾ അറിയുന്നില്ല. പിശാചിന് പലതും നമുക്ക് ചെയ്തു തരാൻ പറ്റും. ഈ ലോകത്തിലെ സൗഭാഗ്യങ്ങൾ പലതും തരാൻ പറ്റും. ലോക സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം നമുക്ക് തരാൻ പറ്റും. പക്ഷേ നമ്മൾ അറിയണം അതിൻ്റെ പിന്നിൽ ആരാ പ്രവർത്തിച്ചത്. എങ്ങനെ അറിയാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പാപം വരുന്നുണ്ടെങ്കിൽ വളരെ കൃത്യവും വ്യക്തവുമാണ് ആ സമാധാനം തരുന്ന പിശാച് തന്നെയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വേദപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ, പിശാചിൻ്റേതായ കാര്യങ്ങളൊന്നും വെളിയിലേക്ക് വരുന്നില്ലെങ്കിൽ, നമ്മുടെ ഹൃദയം സ്വച്ഛമാണെങ്കിൽ, ശാന്തമാണെങ്കിൽ, പ്രകോപനമില്ലെങ്കിൽ, ഈർഷ്യയും ദേഷ്യവും മുഷിച്ചിലും ഒന്നും വരുന്നില്ലെങ്കിൽ, ആരെയും കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ, പരദൂഷണം വരുന്നില്ലെങ്കിൽ, ഇങ്ങനെ പാപം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വെളിയിലേക്ക് വരുന്നില്ലെങ്കിൽ നമുക്ക് സമാധാനിക്കാം. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിലുണ്ടെന്നുള്ളത്. ഇന്ന് അനേകരിങ്ങുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല. അതാണ് ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പുഴുക്കത്വം എന്ന് പറയുന്നത്. നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ സമാധാനം അത് ക്രിസ്തു തരുന്ന ഒരു സമാധാനമാണ്. ആർക്കാണ് സമാധാനം കിട്ടുന്നത്? പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിന്തിച്ചാൽ അറിയാം. ഈ എഫേസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട്, അവൻ നമ്മുടെ സമാധാനം. ക്രിസ്തുവാണ് സമാധാനം. ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമേ മനുഷ്യന് സമാധാനം കിട്ടുകയുള്ളൂ, ശാശ്വതമായ സമാധാനം. കർത്താവ് പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അവിടെ വ്യക്തമായിട്ട് പറയുന്നു, എൻ്റെ സമാധാനമാണ്, ഞാൻ തരുന്ന സമാധാനമാണ്. അത് സ്വർഗത്തിലെ സമാധാനമാണ്, അത് പിതാവിൽ നിന്ന് വരുന്ന സമാധാനമാണ്. ലോകത്തിന് തരാനോ ലോകത്തിന് എടുത്തു കളയാനോ കഴിയാത്ത സമാധാനം. പ്രിയപ്പെട്ടവർ, ഇത് വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ്. ലോകത്തിന് സമാധാനം തരാൻ പറ്റത്തില്ല. ലോകത്തിൽ എന്ത് പ്രശ്നം വന്നാലും, പ്രയാസങ്ങൾ വന്നാലും, കഷ്ടത വന്നാലും, കടബാധ്യത വന്നാലും, മനുഷ്യന് ബുദ്ധിമുട്ടായ എന്തെല്ലാം സാഹചര്യങ്ങൾ വന്നാലും ഈ സമാധാനം മാറിപ്പോവില്ലേ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ക്രിസ്തു തന്ന സമാധാനമാണെങ്കിൽ പ്രതികൂലങ്ങളിൽ ഈ സമാധാനം മാറിപ്പോവില്ല. വളരെ വ്യക്തമായിട്ട് നമുക്കറിയാമല്ലോ, ആ ലാസറിന് എന്താണുള്ളത്? അവന് സമാധാനിക്കാൻ ലോകപ്രകാരം എന്തെങ്കിലും ഉണ്ടോ? കുഷ്ഠം നിറഞ്ഞ ശരീരം, പട്ടി നക്കിക്കൊണ്ടിരിക്കുന്നു, വസ്ത്രമില്ല, എച്ചിൽ നിന്ന് ജീവിക്കുന്നു, ഒരു താമസിക്കാൻ വീടില്ല. സമാധാനം കിട്ടുമോ? നമ്മുടെ ചിന്തയിൽ സമാധാനം കിട്ടുകയില്ല. പക്ഷേ
അവസാനം കരയുന്നു, ദൂതന്മാർ അവനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവനായിരിക്കുന്ന അവസ്ഥയിൽ സംതൃപ്തനാണ്. എൻ്റെ ദൈവത്തിന് എല്ലാം തരാൻ പറ്റും. രോഗസൗഖ്യം തരാൻ പറ്റും, വസ്ത്രം തരാൻ പറ്റും, ഭക്ഷണം തരാൻ പറ്റും, വീട് തരാൻ പറ്റും, എല്ലാം തരാൻ പറ്റും. എൻ്റെ ദൈവം സർവശക്തനാണ്. ഇത് തന്നില്ലെങ്കിലും ശരി, എൻ്റെ ദൈവം നല്ലവനാണ്. ഈ ഒരു കാഴ്ചപ്പാട് പേർക്കുണ്ട്. ദൂതന്മാർ അവനെ കൂട്ടിക്കൊണ്ടുപോയെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സമാധാനം, ക്രിസ്തുവിൻ്റെ സമാധാനം നാം വേർതിരിച്ചറിയണം. പ്രതികൂലങ്ങളിലും കഷ്ടങ്ങളിലും സങ്കടങ്ങളിലും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പരിഹസിക്കപ്പെടുമ്പോഴും ഈ ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കും. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുക, അവൻ നമ്മുടെ സമാധാനം. യെശയ്യാപ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ അവനെക്കുറിച്ച് പറയുന്നത് അവൻ സമാധാന പ്രഭുവാണെന്നാണ് പറയുന്നത്. കാരണം അവന് മാത്രമേ സമാധാനം തരാൻ കഴിയുകയുള്ളൂ. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്നു. ദൈവം ആരിൽ പ്രസാദിക്കുന്നുവോ, ദൈവം ആരുടെ പ്രാർത്ഥന കേൾക്കുന്നുവോ, ദൈവത്തിന് ആരോടെങ്കിലും ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റുന്നുണ്ടോ, ദൈവത്തിന് ഹൃദയം വേർതിരിച്ചിട്ടുള്ളവരാണോ, ദൈവത്തിന് വസിക്കാൻ ജീവിതം വിട്ടുകൊടുത്തവരാണോ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവരാണോ, ദൈവത്തിൻ്റെ വചനത്തെ മാനിക്കുന്നവരാണോ, അവർക്കാണ് സമാധാനമുള്ളത്. വളരെ കൃത്യമാണ്, വ്യക്തമാണ്. പ്രിയപ്പെട്ടവർ, വെറുതെ സമാധാനം എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമേ ഈ സമാധാനം കിട്ടുകയുള്ളൂ. അതാണ് ശരിയായിട്ടുള്ള സമാധാനം. പരിശുദ്ധാത്മാവ് ആരിൽ നിറഞ്ഞു നിൽക്കുന്നുവോ അവർക്കാണ് ഈ സമാധാനം, അവർക്കാണ് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്നത്. പ്രിയരെ, നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമ്മളിൽ ഉള്ള സമാധാനം ലോകം തരുന്നതാണോ ദൈവം തരുന്നതാണോ ഇല്ലെന്ന് കൃത്യമായി നാം കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മൾ ചതിക്കപ്പെട്ടു പോകും. ഇവിടെ അപ്പോസ്തലൻ കൊണ്ടാണ് ക്രിസ്തുവിൻ്റെ സമാധാനം. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു തരുന്ന സമാധാനം, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ കഴിയുമ്പോൾ കിട്ടുന്ന സമാധാനം, ക്രിസ്തുവിൻ്റെ വചനം അനുസരിക്കുമ്പോൾ കിട്ടുന്ന സമാധാനം, ക്രിസ്തുവിനോടുള്ള കമ്മിറ്റ്മെൻറ്റിൽ കിട്ടുന്ന സമാധാനം, ക്രിസ്തുവിനോട് മുമ്പിൽ എൻ്റെ ജീവനം സമർപ്പിക്കുമ്പോൾ കിട്ടുന്ന സമാധാനം, ക്രിസ്തുവിൻ്റെ അടിമതൂവത്തിലേക്ക് തല കുനിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന സമാധാനം, ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചൂട്ടിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന സമാധാനം, ആ എപ്പോഴും ക്രൂശൻ ചവിട്ടിലേക്കുള്ള ആകർഷണം കിട്ടുന്ന സമാധാനം. ദൈവത്തിന് സ്തോത്രം. ലോകമോ ലോകത്തിൻ്റെ ഒരു ശക്തികളോ മനുഷ്യനെ തൊടാതെ വണ്ണം ദൈവത്തിൻ്റെ തീമതിൽ സംരക്ഷണമുള്ളവർക്ക് കിട്ടുന്ന സമാധാനം എന്ന് പറയുമ്പോൾ അനേകർക്ക് അത് പ്രയാസമാണ്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാപ്രവചനം 48-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ സമാധാനം ആർക്ക് കിട്ടില്ല. അതുകൂടെ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. യെശയ്യാപ്രവചനം 48-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന്. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല. ഈ ആരാ ദുഷ്ടൻ എന്ന് പറയുന്നത്? അവിശ്വാസികൾ. പിതാവായ ദൈവത്തിൻ്റെ രക്ഷാകരമായ ആ കാര്യപരിപാടിയിൽ വിശ്വസിക്കാത്തവർക്ക്, എളുപ്പത്തിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ, യേശുക്രിസ്തു എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് സ്വർഗം വിട്ട് ഇറങ്ങി വന്നത് എന്ന് വിശ്വസിക്കാത്തവർക്ക്, യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം എന്നോടുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ പ്രശ്നത്തിന് പരിഹാരം തരാനാണ് അയച്ചതെന്ന് വിശ്വസിക്കാത്തവർ, അവരാണ് ദുഷ്ടന്മാർ. ദൈവത്തെ കൂടാതെ ഈ ഭൂമി ജീവിക്കുന്നവർ. ലളിതമായി പറഞ്ഞാൽ അതാണ്. നമുക്കറിയാം, സ്വാഭാവികമായും എല്ലാ മനുഷ്യരും ഈ ലോകത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഉള്ളിൽ ലോകത്തിൻ്റെ വലിയൊരു താല്പര്യം കിടപ്പുണ്ട്. ദൈവത്തിലേക്ക് തിരിയാനല്ല, ദൈവവചനം അനുസരിക്കാനല്ല, ലോകത്തിൽ മറ്റുള്ളവരെങ്ങനെ ജീവിക്കുന്നുവോ അതുപോലെ ജീവിക്കണം. ലോകത്തിലെ സൗഭാഗ്യങ്ങൾ എത്രമാത്രം വെട്ടിപ്പിടിക്കണമോ അത് വെട്ടിപ്പിടിക്കണം. അത് എങ്ങനെയോ കടന്നുകൂടി വരുന്നൊരു കാര്യമാണ്, എല്ലാവരിലും ഉണ്ടത്. പക്ഷെ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം വരുമ്പോൾ സത്യം അറിയുമ്പോഴാണ് മനസ്സിലാകുന്നത്, അയ്യോ ഞാൻ തെറ്റിപ്പോയി എന്ന്. ഇതെല്ലാവർക്കും കിട്ടുന്നുമില്ല. അല്ല, കിട്ടിയിട്ടുള്ളവർ പോലും അതിന് വില എടുക്കുന്നവർ വളരെ ചുരുക്കമാണ്. അപ്പോൾ ദുഷ്ടൻ എന്ന് ദൈവം പറയുന്നത് ദൈവത്തെ വിശ്വസിക്കാത്തവർ, ദൈവത്തിൻ്റെ രക്ഷയിൽ വിശ്വസിക്കാത്തവർ, ദൈവത്തിൽ ആശ്രയിക്കാത്തവർ, ദൈവത്തിൻ്റെ കരങ്ങൾക്ക് ജീവിതം കൊടുക്കാത്തവർ, പൂർണ്ണമായി കൊടുക്കാൻ മനസ്സില്ലാത്തവർ, സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ താല്പര്യമുള്ളവർ, ദൈവത്തിൻ്റെ കാര്യപരിപാടിയെ മാനിക്കാത്തവർ, ദൈവം ഈ ഭൂമിയിൽ എന്നെക്കൊണ്ട് നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യപരിപാടിയിൽ ഞാൻ പങ്കുചേരാത്തതുകൊണ്ട്, എനിക്കതിനകത്ത് മനസ്സില്ലാത്തതുകൊണ്ട്, എനിക്ക് എൻ്റേതായ കാഴ്ചപ്പാടും എൻ്റേതായ ചിന്താഗതിയും എൻ്റേതായ സ്വർഗവും നരകവും ഒക്കെ ഉള്ള ഒത്തിരി പേരുണ്ട്. അവർ സ്വതവേ നല്ലവർ തന്നെയാണ്, അവർക്ക് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തോടുള്ള ബന്ധത്തിൽ മാത്രമേ ഈ സമാധാനം നമുക്ക് കിട്ടുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല.
ഈ ദുഷ്ടൻ എന്ന് പറയുന്ന ആരാ? നമ്മുടെയൊക്കെ ചിന്തയിൽ ദുഷ്ടന്മാരെന്ന് പറയുന്നത് ദുഷ്ടപ്രവൃത്തി ചെയ്യുന്നവരെ, കൊലപാതകം ചെയ്യുന്നവരെ, വ്യഭിചാരം ചെയ്യുന്നവരെ, മോഷ്ടിക്കുന്നവരെ, ഇങ്ങനെ പരസ്യമായ പാപം ചെയ്യുന്നവരാണ് ദുഷ്ടൻ. അല്ല പ്രിയരെ, വിശ്വസിക്കാത്തവരാണ് ദുഷ്ടന്മാർ. ദൈവത്തെ വിശ്വസിക്കാത്തവർ, ഈ വചനം എനിക്ക് അനുസരിക്കാൻ ദൈവം തന്നതാണെന്ന് വിശ്വസിക്കാത്തവർ, വചനത്തെ പുറകോട്ട് എറിഞ്ഞു കളയുന്നവർ, കാൽവരി കുരിശിനെ മാനിക്കാത്തവർ, യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്തിന് വില കൊടുക്കാത്തവർ, ജീവിതം കർത്താവിന് കൊടുക്കണമെന്ന് നിർബന്ധമില്ലാത്തവർ, വളരെ കൃത്യവും വ്യക്തമാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ആ ദുഷ്ടന്മാർക്ക് സമാധാനമില്ലെന്നാണ് പറയുന്നത്. എൻ്റെ പ്രിയർ, എന്താണ് ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് പറയാൻ കാര്യം? കാരണം ഒരു ദുഷ്ടൻ അവൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു. ഇതധികം പേർക്കും മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഈ ദുഷ്ടൻ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് പറയുന്ന ഒരു ചെറിയ ഉദാഹരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വാ സംസാരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടോ അത് വെളിയിലേക്ക് വരും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പലരെയും ഞാൻ കണ്ട് സംസാരിക്കാറുണ്ട്. വെറുതെ എന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് ഹൃദയത്തിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത് ലോകമാണ്, പണമാണ്, സൗകര്യങ്ങളാണ്, ലോകത്തിലെ പല കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ ഒരിക്കലും അവരുടെ ഉള്ളത്തിൽ നിന്ന് യേശുക്രിസ്തു എന്ന് പറയുന്നൊരു വാക്ക് വരില്ല. യേശുക്രിസ്തു അവർക്ക് ചിന്താവിഷയമല്ല. യേശുക്രിസ്തുവിൻ്റെ രക്ഷ അവർക്കൊരു വിഷയമല്ല. യേശുക്രിസ്തു അവരെ സ്നേഹിച്ചുവെന്നോ രക്ഷിച്ചുവെന്നോ അവർ മിണ്ടുകയില്ല. കാരണം മിണ്ടാൻ അവരുടെ ഹൃദയത്തിൽ യേശുക്രിസ്തു ഇല്ല. പിന്നെ ആരാ അതിനകത്തുള്ളത്? കൊടിയ പിശാചാണ്. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, അറപ്പാനും മുടിക്കാനും മോഷ്ടിപ്പാനും അല്ലാതെ ഈ ദുഷ്ടൻ വരുന്നില്ല. ഒരു മനുഷ്യനെ എങ്ങനെയെങ്കിലും അവൻ്റെ ട്രാക്ക് തെറ്റിച്ച് നരകത്തിയിലേക്ക് കൊണ്ടുപോകണം. നരകത്തിയിലേക്കായിട്ടും പോകുന്നതെന്ന് അവന് ഒരിക്കലും ബോധം കൊടുക്കില്ല. അവന് എല്ലാ കാര്യവും ആത്മീയമായ പരിവേഷം അവന് കൊടുക്കും, ആത്മീയമായ താല്പര്യങ്ങളൊക്കെ കൊടുക്കും. ദേവാലയത്തിൽ പോകും, ദേവാലയത്തിലെ കാര്യത്തെ സംബന്ധിക്കും, കുർബാന കൊള്ളും, കുമ്പസാരിക്കും. അല്ല, നമ്മുടെ കാര്യം ചിന്തിക്കുകയാണ്, യോഗത്തിന് സ്ഥിരമായിട്ട് വരും, വചനം കേൾക്കാൻ താല്പര്യമാണ്, ഒരു വചനം പോലും ഒരു മുടക്കുകയില്ല. അപ്പോൾ ആ പിശാചുമായി ഈ മനുഷ്യന് കൊടുക്കുന്നൊരു ചിന്താഗതി എന്താണെന്ന് ചോദിച്ചാൽ, നീ വീണ്ടെടുക്കപ്പെട്ടവനാണ്, നീ മാനസാന്തരപ്പെട്ടവനാണ്, നീ ദൈവത്തോട് കൂടെയാണ്, നീ വചനം കേൾക്കുന്നുണ്ടല്ലോ, വചനത്തിൽ വരുന്നുണ്ടല്ലോ, ദൈവവേലയിൽ വളരെ താല്പര്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എവിടെ കൺവെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും വീട് കയറാനുള്ള വളരെ സാമർഥ്യമാണ്. പക്ഷേ ഹൃദയത്തിൽ യാതൊരു മാറ്റവും വരുന്നില്ല, ആളത്തം മാറുന്നില്ല, പഴയ സ്വഭാവം മാറുന്നില്ല, ജന്മനാ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രകൃതങ്ങൾക്ക് യാതൊരു മാറ്റവും വരുത്തുന്നില്ല. ഇനി കൃത്യമായിട്ട് ഒന്നുകൂടെ പറഞ്ഞാൽ, എൻ്റേതായ തനതായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ബലികഴിക്കാൻ മനസ്സില്ല, യാഗപ്പെടുത്തി വെച്ചിട്ടില്ല. അപ്പോൾ എന്തു പറ്റുമെന്ന് ഞാൻ ചോദിച്ചാൽ, ദുഷ്ടനോട് കയറി വാഴുന്നു. നമുക്കറിയാം, ഇത്തിക്കണ്ണിയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എൻ്റെ വീട്ടിൽ തന്നെയാണുള്ളൊരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇത്തിക്കണ്ണി നല്ലൊരു മാവുണ്ടായിരുന്നു, നിറച്ച് മാവ് അങ്ങ ഉണ്ടാകുന്നൊരു മാവ്, ഒരു ചെറിയ ഇത്തിക്കണ്ണി. അത് ഏതോ കിളി കൊണ്ടുവന്ന് ഇതിൻ്റെ ഇത്തിക്കണ്ണിയുടെ പഴം തിന്നിട്ട് അത് പശയുള്ള സാധനമായതുകൊണ്ട് ഈ മരത്തിൻ്റെ കമ്പിലേക്ക് ചുണ്ടുകൊണ്ടത് ഇങ്ങനെ വെച്ച് അത് മാറ്റിക്കളയാൻ ശ്രമിക്കും. ഈ കുരു പശയുള്ളതുകൊണ്ട് മരത്തെ കയറി പിടിക്കും. ഒരു മനുഷ്യനും അറിയത്തില്ല. കുറേ കഴിയുമ്പോൾ അത് കിളുക്കാൻ തുടങ്ങും, ഒരല രണ്ടല, ആരും ശ്രദ്ധിക്കപ്പെടത്തില്ല. നാളുകൾ കഴിയട്ടെ, പ്രിയപ്പെട്ടവരെ, ആ മരം കാണുകയില്ല, മുഴുവൻ ഇത്തിക്കണ്ണിയായിട്ട് മാറും. എന്തേ കാര്യം? ക്യാൻസർ. നമുക്കറിയാവുന്ന, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ക്യാൻസർ ശരീരത്തിൽ എവിടെ ഉണ്ടാകുന്ന ഒരു മനുഷ്യനും അറിയത്തില്ല. കാരണം ക്യാൻസറിന് വേദനയൊന്നുമില്ല. കുറച്ചു കാലം അറിയാതിരിക്കും, പ്രത്യേകിച്ച് വയറ്റിനകത്തോ തലയ്ക്കകത്തോ ആണെങ്കിൽ അറിയത്തില്ല. അത് കണ്ടമാനം വ്യാപിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റേതായുള്ള പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. പ്രിയപ്പെട്ടവർ, എന്നുപോലെ ഈ വേദപുസ്തകത്തുണ്ട് അർബുദവ്യാധി എന്ന്. തീമോഥെയോസ് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട്, അർബുദവ്യാധി പോലെ കാർന്നു തന്നുവെന്ന്. ഈ പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം അവിടെയാണ്. അവനകത്തുണ്ടെന്ന് ഒരു മനുഷ്യർക്കും മനസ്സിലാകില്ല. അവനിരുന്ന് പെതുക്കെ ഈ മനുഷ്യനെ അവൻ്റെ നിയന്ത്രണത്തിലാക്കും. അവൻ്റെ കാഴ്ചപ്പാട് അവന് കൊടുക്കും, അവൻ്റെ ചിന്താഗതികൾ കൊടുക്കും. അതെല്ലാം വചനത്തിന് വിരുദ്ധമാണെന്ന് അവന് മനസ്സിലാകില്ല. അല്പസ്വല്പമൊക്കെ ഈർഷ വരില്ലേ? ഈർഷ വരാത്തവരാരെങ്കിലും ഉണ്ടോ? കോപം വരില്ലേ? ഭാരം വരില്ലേ? ആകുലം വരില്ലേ? ടെൻഷൻ വരില്ലേ? അനേകർ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനൊന്നും മിണ്ടാറില്ല. കാരണം ഇത് പിശാച് അകത്തിരിപ്പണമെന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ്. വളരെ കൃത്യമാണ് പറയുന്നത്.
പ്രിയപ്പെട്ടവരെ, അവൻ ഒരിക്കലും നമ്മളെ ഒരു വിശ്വാസിയെ മദ്യപാനത്തിലേക്കോ വ്യഭിചാരത്തിലേക്കോ വേണ്ടതിലേക്ക് നയിക്കത്തില്ല. അവൻ്റെ കസ്റ്റഡിയിൽ നിൽക്കണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. അവൻ്റേതായി തീരണ ഇവൻ മരിക്കുമ്പോൾ പൂർണ്ണമായ രക്ഷ അവന് കിട്ടരുത്, സ്വർഗരാജ്യം അവന് കിട്ടരുത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൂട്ടിക്കൊണ്ട് പോകരുത്. ഇതാണ് അവൻ്റെ രക്ഷ. അതിന് സമാധാനം കൊടുക്കും. പാപവും കാണും. പാപം അവൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ പ്രകടമായ പാപമൊന്നുമല്ല, ചെറിയ ചെറിയ പാപങ്ങൾ. വേറെ ദിവസം പറയുന്നത് ചെറു കുറുക്കന്മാരെന്നാണ് പറയുന്നത്. വേലി പൊളിക്കാൻ ചെറിയ കുറുക്കന്മാർക്ക് എളുപ്പമാണ്. ഒരു ചെറിയ പഴുതു മതി. വലിയ കുറുക്കനൊക്കെ കയറി വരാൻ പ്രയാസമാണ്. അപ്പം ചെറു കുറുക്കൻ കയറി വരും, നമ്മൾ ആരും ശ്രദ്ധിക്കത്തില്ല. ആ ചെറു കുറുക്കന്മാരെ പിടിച്ചു തരാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. എത്ര പേരെ അതിനുവേണ്ടി മെനക്കെടുത്തുണ്ട്? എൻ്റെ ജീവിതത്തിൽ ചെറു കുറുക്കന്മാരെന്ന് പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഏത് മനുഷ്യനും നിഷ്പക്ഷമായി ചിന്തിക്കാൻ അറിയാം. അല്ല, ദൈവസേനയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ നേരം എൻ്റെ ചിന്ത ഏകാഗ്രമാണോ? ഞാൻ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്ന സമയത്ത് ദൈവസേനയിലേക്ക് ഞാൻ ഉയരാൻ ശ്രമിക്കുമ്പോൾ, ഉയരത്തിലേക്ക് എൻ്റെ ചിന്ത പോകാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ തടസ്സമായിട്ട് എന്ത് കാര്യമാണ് വരുന്നത്? ലോകകാര്യമായിരിക്കാം. പാപമാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ലോകം പാപം തന്നെയാണ്. ഇന്ന് പകൽക്കാലം നടന്ന സംഭവങ്ങളായിരിക്കാം, അല്ലെ എൻ്റെ ഉള്ളിൽ ഒരു പ്രയാസമുള്ള വിഷയമായിരിക്കാം. മക്കളെക്കുറിച്ച് ചിന്തയായിരിക്കാം, ഭാവിയെക്കുറിച്ച് ചിന്തയായിരിക്കാം, ആരോഗ്യത്തിൻ്റെ കാര്യമായിരിക്കാം, രോഗത്തിൻ്റെ കാര്യമായിരിക്കാം. എന്ത് വിഷയമായിക്കട്ടെ, പാപമെന്ന് തോന്നാത്ത കാര്യങ്ങൾ നമ്മുടെ ചിന്തയിലേക്ക് കയറി വരും. നമ്മുടെ ആ ബന്ധം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്ക് മുകളിലേക്ക് ഉയരത്തിലേക്ക് പറക്കാൻ സാധിക്കുകയില്ല. അവിടെ ശത്രു ഇങ്ങനെയുള്ള ചിന്ത കൊണ്ടുവന്ന് അത് നമ്മളെ കീഴടക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ പവിത്രത കളയുകയാണ്. ആ ബന്ധം നഷ്ടപ്പെടുത്തി കളയുകയാണ്. ഉടനെ മനസ്സിലായിക്കോണം, ഇതാണ് എൻ്റെ പാപം. ഇവിടെയാണ് പിശാച് ഒളിഞ്ഞിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എന്നെ തന്നെ കണ്ടുപിടിച്ചുകൊണ്ട് ദൈവസേനയിൽ എൻ്റെ കർത്താവേ, ഞാൻ ഒരു കാരണവശാലും സ്വർഗരാജ്യത്തിൽ എത്തുകയില്ല, നീ ആഗ്രഹിക്കുന്ന ഒരു വേലയെ എന്നെ കൊണ്ട് ഇവിടെ നിവർത്തിക്കാൻ പറ്റിയില്ല, ഞാൻ പ്രയോജനമില്ലാത്തവനായി തീർന്നു പോകുമല്ലോ, അതുകൊണ്ട് ഈ കാര്യത്തിൽ നീ എനിക്കൊരു തീരുമാനം തരണം, ഈ ബന്ധനം എനിക്ക് അഴിച്ചു തരണം, പോര കർത്താവേ എന്നൊരു വേര് പോലും മാറ്റിത്തരണം. എത്ര പേര് നിർബന്ധമായിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്? സമാധാനം വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷെ അധ്വാനിക്കാൻ മനസ്സില്ല. അധ്വാനിക്കുന്ന കൃഷിക്കാരനാവുന്നു ആദ്യം ഫലം അനുഭവിക്കേണ്ടത്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ പ്രാപിക്കുന്ന ഒരുവൻ മാത്രം. ഇത് ആരെങ്കിലും പേടിപ്പിച്ചിട്ടുണ്ടോ? ഇഷ്ടംപോലെ ഓടാൻ ആൾ കാണും, പക്ഷേ ഒരുത്തിന് മാത്രമേ സ്വർഗത്തിലെ പ്രൈസ് ഫസ്റ്റ് പ്രൈസോ സെക്കൻഡ് പ്രൈസോ തേർഡ് പ്രൈസോ ഒന്നുമില്ല, ഒറ്റ പ്രൈസ്. അതിന് കാരണമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ഓശയപ്രവചനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ വിവാഹത്തിന് നിശ്ചയിച്ചിരിക്കുന്നു. നീ അതിക്കവിഞ്ഞ് വേറൊരു ഒരു 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 പദവിയില്ല. ഒരു മണവാളന് ഒരു മണവാട്ടിയേ ഉള്ളൂ. ആ മണവാട്ടിയായി ദൈവം എന്നെ കണ്ടു എങ്കിൽ, അത് ഓശയാപ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നതല്ല ഇവിടെ വിഷയം. എന്നെക്കുറിച്ച് ദൈവം പറയുന്നത് അതാണ്. ഈ വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നതൊക്കെയും ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള വേദപുസ്തകമാണെങ്കിലും ഈ കാലഘട്ടത്തിൽ വായിക്കുന്ന എനിക്കാണത് വേണ്ടത്, എനിക്കാണത് പ്രയോജനപ്പെടേണ്ടത്. എന്നോടാണ് ദൈവം സംസാരിക്കുന്നത്. ഞാൻ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണെന്ന് ഞാൻ സ്വയം ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. മണവാട്ടി എത്രമാത്രം പരിശുദ്ധമായി ജീവിക്കണം? മണവാളം വരുമ്പോൾ കളങ്കമുണ്ടെങ്കിൽ വിവാഹം നടക്കുമോ? ദൈവത്തിന് സ്തോത്രം. ഇത് അനേകർക്കത് മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഞാൻ ഒന്നും പറയത്തില്ല, ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തി തന്നില്ലെങ്കിൽ എങ്ങനെ മനസ്സിലാവും? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ സത്യം ഒന്ന് അറിയുക. ദൈവം നിങ്ങൾക്കത് കാണിച്ചു തരും, ദൈവം നിങ്ങൾക്കത് മനസ്സിലാക്കി തരും. ദൈവം ദുഃഖിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് കർത്താവേ എനിക്കൊന്ന് കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചാൽ കാണിച്ചു തരാൻ ഇരിക്കുമോ? ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം. യെശയ്യാപ്രവചനം 58 അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, നമ്മുടെ കഴുത്തിലുള്ള നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, സ്വാതന്ത്ര്യം നീ സ്വയം പ്രാപിക്കുക, എല്ലാ നുകത്തെയും തകർക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് ആരോട് പറയുന്ന വാക്യം? ദൈവം ചെയ്യേണ്ട കാര്യമാണോ ഞാൻ ചെയ്യേണ്ട കാര്യമാണോ? എന്നെ ചിന്തിപ്പിച്ചൊരു വിഷയമാണ്. വചനം പറയുന്നു, അന്യായമായി നിന്റെ ബന്ധനങ്ങൾ നീ വരുത്തി വെച്ചിട്ടുണ്ട്. പാരമ്പര്യമായി കിട്ടിയ ശാപങ്ങളായിരിക്കാം, നിന്റെ യൗവനത്തിൻ്റെ തളപ്പ് കൊണ്ട് ചെയ്തു കൂട്ടിയ കാര്യങ്ങളായിരിക്കാം. അതൊക്കെ ബന്ധനമാണ്. എന്താ ബന്ധനം എന്ന് പറഞ്ഞാൽ? ഒരു പാപം ചെയ്യാൻ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള പ്രവണത നിനക്ക് വരുന്നു. നീ മനസ്സ് വെച്ചാൽ ആ പാപത്തിൽ നിന്ന് പുറകോട്ട് മാറാൻ പറ്റുന്നില്ല. നീ ബന്ധനത്തിലാണ്. ആ പാപം ചെയ്യാൻ വേണ്ടി ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ് പിശാച്.
നമുക്കൊരു ഉദാഹരണം പറയാം, നമുക്ക് കോപം, പെട്ടെന്ന് കോപം വരുന്നു. ഞാൻ പറയുന്നത് എൻ്റെ കാര്യമാണ്. എൻ്റെ അപ്പൻ ഭയങ്കര മുൻകോപിയായിരുന്നു. ആ കോപം എനിക്കും കിട്ടി. ആത്മീയത്തിൽ വന്നപ്പോൾ അല്ലേ മനസ്സിലായേ, ഈ കോപം വെച്ചുകൊണ്ട് ഒരു നോർമൽ ലൈഫ് ജീവിക്കാൻ പോലും പറ്റത്തില്ല, കുടുംബജീവിതം പറ്റുകയില്ല, സാമൂഹിക ജീവിതം പറ്റുകയില്ല, ഒരു വചന ശുശ്രൂഷകനായിട്ട് എഴുന്നേറ്റ് പ്രസംഗിക്കാനും പറ്റില്ല. പിന്നെ എന്നാ കോപിച്ചെന്നുള്ളത് എന്താ പറയണം? വലിയ ബന്ധനമാണ് പ്രിയപ്പെട്ടവർ, വലിയ ബന്ധനമാണ്. ഞാൻ വർഷങ്ങൾ കടന്ന് കഷ്ടപ്പെട്ട് പാടുപെട്ട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്തൊരു കാര്യമാണ് അതിൻ്റെ മേലുള്ള ജയം. അറക്കുവാനുള്ള ആടിനെ പോലെ, കുഞ്ഞാടിനെ പോലെ കർത്താവ് പോയി എന്ന് പറഞ്ഞ് കർത്താവിന് കോപം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടാകാം, മനുഷ്യനാണോ? ഉണ്ടാകാം. പക്ഷേ കർത്താവ് കോപിച്ചായിട്ട് പറയുന്നില്ല. കുഞ്ഞാട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില കോപത്തിനൊക്കെ ന്യായം പറയുന്നുണ്ട്. എൻ്റെ വിഷയം അതല്ല. പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല. ഈ അന്യായ ബന്ധനങ്ങൾ നമ്മുടെ മേൽ വരുത്തി വെച്ചത് നാം തന്നെയാണ്. ബന്ധനങ്ങൾ കാണുമില്ലെന്ന് ഞാൻ പറയത്തില്ല. അത് അന്യായമായി നാം ബന്ധനം മുറുക്കി കിട്ടുന്നതിന് കാരണം നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടാണ്, നമ്മൾ കൺസെൻറ്റ് കൊടുത്തിട്ടാണ്, നമ്മൾ അനുവാദം കൊടുത്തിട്ടാണ്. കാരണം ആ പാപത്തിലൊരു രസം നമുക്കുണ്ട്. ആ പാപം ചെയ്യുമ്പോൾ ഒരു താൽക്കാലിക രസം കിട്ടുന്നതുകൊണ്ട് നമ്മളത് വേണ്ടെന്ന് വെക്കുന്നില്ല. ദൈവസനെ കരയുന്നില്ല, അതിനോട് അറപ്പ് വരുന്നില്ല, വെറുപ്പ് വരുന്നില്ല. ഈ ദുഷ്ടൻ്റെ ചതിയാണെന്ന് മനസ്സിലാകുന്നില്ല, എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതാണെന്ന് മനസ്സിലാകുന്നില്ല, എൻ്റെ ആത്മാവിന് വലിയ ദോഷം സംഭവിക്കുന്നത് മനസ്സിലാകുന്നില്ല, മരണക്കിടക്കയിൽ ഞാൻ അന്താളിച്ചു പോകുന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ബന്ധനം അന്യായമായിട്ട് അവിടെ കിടക്കുകയാണ്. നുകത്തിൻ്റെ അമ്മിക്കാർ അവിടെ വീണ്ടും കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ നുകത്തോട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ആ കാളയ്ക്ക് സ്വാതന്ത്ര്യമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളും ഇതുപോലെ അമ്മിക്കയറിൽ കിടക്കുന്നവരല്ലേ? പാപം കുഴപ്പമാണെന്ന് നമുക്കറിയാം, എന്നാൽ രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടോ? അവൻ്റെ അമ്മിക്കയറിൽ കിടക്കുകയല്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ഒരു കാര്യം, നീ അത് അഴിക്കണം. എങ്ങനെ അഴിക്കുന്നത്? നീ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതാണ് യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിന് 32-ാമത്തെ പറയും, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഒരു സത്യം നിങ്ങൾ അറിയണം. വചനം നമ്മൾ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും അറിയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ബന്ധനങ്ങൾ അഴിക്കാൻ എനിക്ക് ഇന്ന ബന്ധനമുണ്ടെന്ന് വചന കേൾവിയിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ബോധ്യം തരും. ഞാൻ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്, ഞാൻ കെട്ടപ്പെട്ട് കിടക്കുകയാണ്, എനിക്ക് സ്വർഗരാജ്യം ലഭിക്കുകയില്ല, എനിക്ക് ലഭിക്കുന്നത് എന്നെ ബന്ധിച്ചിരിക്കുന്ന പിശാചിനെയുള്ള നാശയോഗ്യമായ ആ നരകത്തിലേക്കാണ് ഞാൻ പോകുന്നതെന്ന് ഞാൻ അറിയണം. അതാണ് സത്യം അറിയണം. രണ്ടാമത്തെ ഒരു സത്യമുണ്ട്, സ്വാതന്ത്ര്യം തരാൻ ഒരു കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്. എനിക്കിതിൽ നിന്ന് മോചനം തരാൻ, എൻ്റെ ദൈവത്തിന് സ്തോത്രം, എന്നെ ഇതിൽ നിന്ന് വിടുവിക്കാൻ, ഈ നുകത്തിൻ്റെ ബന്ധനം അഴിച്ചു മാറ്റാൻ, ഈ അമ്മിക്കയറ് മാറ്റാനായിട്ട് എനിക്ക് വേണ്ടി സ്വർഗം പ്രൊവൈഡ് ചെയ്തൊരു ക്രിസ്തു ഉണ്ട്. അവൻ്റെ കാൽവർ ക്രൂശിൻ്റെ ചുവട്ടിൽ ഇതിന് പരിഹാരമുണ്ട്. അവൻ്റെ രക്തം അതിന് ഗുണകരമായി സംസാരിക്കുന്നതാണ്. ആ പരിശുദ്ധ രക്തത്തിൽ ആശ്രയിക്കുന്നതിന് വിടുതലുണ്ട്. ഈ പരമസത്യം എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എത്ര പേര് ഈ സ്വാതന്ത്ര്യം പ്രാപിച്ചു? എത്ര പേര് ഈ സത്യം അറിഞ്ഞു? എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ, ശരിയായിട്ടുള്ള ആത്മാവിൻ്റെ അവസ്ഥയും എന്നെ വിടുവിപ്പാൻ സ്വർഗം ക്രമീകരിച്ചിരുന്ന കാര്യപരിപാടിയും അറിയുന്ന എത്ര പേരുണ്ട്? അറിഞ്ഞിട്ട് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അത്യാവശ്യക്കാരനായി നമുക്ക് ചെല്ലാൻ പറ്റുന്നുണ്ടോ? അവിശ്വാസം നമ്മളെ ബാധിച്ചിരിക്കുകയാണ്. എങ്ങനെ ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഉള്ളത്തിലേക്ക് വരും? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യെരമ്യാ പ്രവചനം 29-ാം അധ്യായത്തിന് 13-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിക്കാം. നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ. അവിടെ വ്യാജം പാടില്ല, കൗശലം പാടില്ല, തന്ത്രം പാടില്ല, ലോകം പാടില്ല, ജഡം പാടില്ല, ഒന്നുമില്ല. ദൈവത്തിൻ്റെ വിളി കേട്ടിട്ട് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിച്ചാൽ എനിക്ക് എൻ്റെ ദൈവം മതി. നിൻ്റെ ലോകകാര്യം ആര് നോക്കും? എൻ്റെ ദൈവം നോക്കും. മക്കളുടെ കാര്യം ആര് നോക്കും? എൻ്റെ ദൈവം നോക്കും. ഭാര്യയുടെ കാര്യം ആര് നോക്കും? ദൈവം നോക്കും. എൻ്റെ കടബാധ്യത ആര് നോക്കും? എൻ്റെ ദൈവം നോക്കും. എൻ്റെ ഭാവി ആര് നോക്കും? അവൻ്റെ കരങ്ങൾ സുരക്ഷിതം. ഈ വിശ്വാസം കൊണ്ടോ പ്രിയരെ? പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ദേവനെ കണ്ടെത്താൻ ഇടവരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു വിശ്വാസിയാകുക. നിങ്ങൾ യേശുക്രിസ്തുവിനെ കാണുക. യേശുക്രിസ്തുവിക്ക് രക്ഷ നിങ്ങൾ മനസ്സിലാക്കുക. അവൻ്റെ ക്രൂശിൻ ചുവട്ടിൽ ചെല്ലുക. നിങ്ങളുടെ ബന്ധനം നിങ്ങൾ അഴിച്ചേ പറ്റുള്ളൂ. അത് ദൈവത്തിന് അഴിക്കണമെങ്കിൽ നിങ്ങൾ അങ്ങ് ചെല്ലണം. നിങ്ങളെ സത്യം അറിഞ്ഞുകൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് അങ്ങ് ചെല്ലണം. എനിക്കിവനെ വേണ്ടാന്ന് നിങ്ങൾ തീരുമാനിക്കണം. എനിക്ക് പാപം ചെയ്തുള്ള ജീവിതം എനിക്ക് വേണ്ടാന്ന് തീരുമാനിക്കണം.
ഈ ലോക ജീവിതമല്ല എൻ്റെ ലക്ഷ്യം, എനിക്ക് നിത്യ സൗഭാഗ്യമാണ് ലക്ഷ്യം. എനിക്ക് നിൻ്റെ സമാധാനമുള്ള മനുഷ്യനായിട്ട് എനിക്കിവിടെ ഭൂമിയിൽ കഴിയണം. നിൻ്റെ സമാധാനമുള്ള മനുഷ്യനായിട്ട് ലോകത്തിനു മുമ്പിൽ സാക്ഷ്യത്തോടെ എനിക്ക് നിൽക്കണം. പാപം തൊടാത്തവനായിട്ട് എനിക്കിവിടെ ജീവിക്കണം. അനേകർ പറയും സാധ്യമല്ലെന്ന് പറയും. ആയിക്കോട്ടെ, അവരങ്ങനെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഞാൻ നിൽക്കും. പാപം തൊടാത്തവനെ ഞാൻ നിൽക്കും. ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് ഞാൻ നിൽക്കും. ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ നിൽക്കും. ദൈവത്തിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് നിൽക്കും. അതിനുള്ള പരിശുദ്ധാത്മാവിനെ ദൈവത്തിന് ഞാൻ പ്രാപിക്കുക തന്നെ ചെയ്യും. എത്ര പേർക്ക് പറ്റും പ്രിയരെ? അങ്ങനെയുള്ളവർക്കാണ് ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെന്ന് അപ്പോസ്തലൻ നേടിയെടുത്തു. അപ്പോസ്തലൻ്റെ ജീവിതവും നമ്മുടെ ജീവിതമായിട്ട് വല്ലതും തുല്യം ചെയ്യാൻ പറ്റുമോ? ഈ ദിവസം വായിക്കുമ്പോൾ അപ്പോസ്തലൻ പറഞ്ഞ കാര്യമൊക്കെ നമുക്ക് ഊറ്റി കുടിക്കാൻ പറ്റുമോ? ഇന്ന് അനേകർക്ക് ഇത് വായിക്കാൻ പറ്റില്ല. കാരണം എന്നാ? അതിനോട് ചേരാൻ പറ്റില്ല. അപ്പോസ്തലനുള്ള അനുഭവം നമുക്കില്ല. ഈ അനുഭവം അപ്പോസ്തലൻ കിട്ടിയെങ്കിൽ എനിക്ക് കിട്ടൂലേ? ഈ കാലഘട്ടത്തിൽ എനിക്ക് വേണ്ടിയാണ് ഈ ദൈവം തന്നിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ്. ആരുടെ മേൽ വന്നിരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ വെള്ളപ്രാവ്, ഞാൻ കളങ്കമില്ലാത്ത പ്രാവെന്നിരിക്കുമോ? കർത്താവിനോട് പറയണം, ഞാൻ കളങ്കമില്ലാത്തനായി നിൽക്കും കർത്താവേ. തീരുമാനം മാത്രം പറഞ്ഞാൽ പോരാ, അതിന് അനന്തര നടപടി കൂടെ നമ്മൾ ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ സമാധാനമുള്ള മനുഷ്യനാണ് ഏറ്റവും ഭാഗ്യം. ചിലർ പറയാറുണ്ട്, യവനം അടിച്ചു പൊളിച്ച് ജീവിക്കേണ്ടതല്ലേ, ഇങ്ങനെ കളഞ്ഞിട്ട് എന്താ പ്രയോജനം? ഞാൻ പറയാറുണ്ട്, ശരി, സമ്മതിച്ചു, മരണക്കിടക്കയിലോ ഞാൻ പാപം വിട്ട് ജീവിച്ചെന്നുകൊണ്ട് എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, സമാധാനമുണ്ടല്ലോ. അവിടെ നമുക്ക് ലജ്ജിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ കർത്താവിനെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് വല്ല പ്രയാസമുണ്ടോ? പാവമില്ലാത്തൊരു ജീവിതം നയിച്ച് അവനെ പ്രസാദിപ്പിച്ച് ജീവിച്ചാൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ആ സാന്നിധ്യം ലഭിക്കുന്നവന്, ഈ ഭൂമിയിൽ വെച്ച് തന്നെ കർത്താവിനെ കാണാൻ പറ്റുന്നവർക്ക്, ഈ ഭൂമിയിൽ വെച്ച് തന്നെ കർത്താവിനെ കരം പിടിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്നവനെ മരണക്കിടക്ക എന്തിനാണ് പേടിക്കുന്നത്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. സമാധാനത്തോടെ അവൻ എന്നെ കൂട്ടിക്കൊണ്ടുപോകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടോ? നേടിയെടുത്തേ പറ്റുള്ളൂ. ക്രിസ്തു തയ്യാറായിട്ട് നിൽക്കുകയാണ്. ആത്മാവ് തയ്യാറായിട്ട് നിൽക്കുകയാണ്. കാൽവീർക്കൂസ് നിങ്ങളുടെ മുമ്പിൽ വെട്ടിത്തിളങ്ങുകയാണ്. പാപപരിഹാര രക്തം ഗുണകരമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിത് വേണമോ? നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയല്ലേ? ഒരു ചെറിയ ആയുസേ ഉള്ളൂ. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ പ്രാർത്ഥനയെ മാനിച്ചുകൊണ്ടൊരു കുടുംബം നിൽപ്പുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ടൊരു കുടുംബം നിൽക്കുന്നുണ്ട്. അവരെ ആര് രക്ഷിക്കും? അവർക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കും? അവർക്ക് വേണ്ടി ആര് ഇടിവിൽ നിൽക്കും? പ്രിയപ്പെട്ടവരെ, നിന്നെയല്ലോ ദൈവം കണ്ടത്, നന്മയുണ്ടായിട്ടല്ലോ നിനക്ക് മാനസാന്തരം തന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വലിയൊരു സമൂഹം നിൻ്റെ പുറകിലുണ്ട്. ദൈവത്തെ അറിയാത്തവരുണ്ട്, ദൈവത്തെ മനസ്സിലാക്കാത്തവരുണ്ട്, നരകത്തിയിലേക്ക് പോകുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ നിൻ്റെ പ്രാർത്ഥന വിലപ്പെട്ടതായി ദൈവം കാണുകയാണ്. നിൻ്റെ നാവിൽ നിന്ന് വരുന്നൊരു പ്രാർത്ഥന ദൈവം വിലമതിച്ചുകൊണ്ട് അവരെ രക്ഷിക്കാൻ ദൈവത്തിന് പരിപാടിയുള്ളത് നീ അറിയുന്നില്ലല്ലോ സഹോദര. അതുകൊണ്ട് ജീവൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക, അവനെ മാനിക്കുക, അവൻ്റെ രക്ഷയിൽ വിശ്വസിക്കുക, അവൻ്റെ സമാധാനം പ്രാപിച്ചുകൊണ്ട് സാക്ഷ്യത്തോടെ ജീവിക്കുക. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാനിടയാകട്ടെ.